ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള പ്രസന്റ് സിറ്റുവേഷൻ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം. തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള പ്രസന്റ് സിറ്റുവേഷൻ. ഓക്കെ, അതായത് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള പ്രസന്റ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഈ ആനപ്പാറയിലെ അച്ചമ്മ പറയണ പോലെ ഇവിടെ തെളിയാനെ പനിനീര്, ഇവിടെ തെളിയാനെ പനിനീര്. ആനേനെ കൊണ്ട് പനിനീര് തെളിപ്പിക്കുക. ആന തെളിക്കുവോ? ഇല്ല. ആനേനെ കൊണ്ട് തെളിയിപ്പിക്കും. അതാണ് അച്ചമ്മയുടെ കാര്യം. അതുപോലെയാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം തെളിയിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. പല കാര്യങ്ങളും ഇവരുടേതായിട്ടുള്ള പല കാര്യങ്ങളും പ്രവർത്തിപ്പിക്കുക, ഇവരുടേതായിട്ടുള്ള, അതായത് ഈ തേർഡ് പാർട്ടിയുടേതായിട്ടുള്ള പല ഉദ്ദേശങ്ങളും പല വാശികളും പല രീതിയിലുള്ള കാര്യങ്ങളും പ്രവർത്തിപ്പിക്കുക, ചെയ്യിപ്പിക്കുക, അതിൽ കൂടി എന്താ പറയാ, അതിൽ കൂടി ഒരു ആത്മനിർവൃതി നേടുക. ഇതൊക്കെയാണ് ഈ തേർഡ് പാർട്ടിയുടേതായിട്ടുള്ള കാര്യങ്ങൾ. അതിന് മുൻപന്തിയായിട്ട് നിങ്ങളുടെ വ്യക്തിനെ യൂട്ടിലൈസ് ചെയ്യും. അതായത് നമ്മളിപ്പോ ഒരു ആന നിൽക്കുമ്പോൾ ഈ ആനയുടെ ബാക്കില് എന്താ പറയാ ഒരു തോട്ടി വെച്ചേക്കൂലേ. അതായത് എനിക്ക് തോന്നുന്നു അതങ്ങനെ ചെയ്യുന്നത് ആനയുടെ പാപ്പാൻ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് എന്ന് ആനക്കൊരു സിഗ്നൽ കൊടുത്തിരിക്കുകയാണ്. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും എന്നെ ഇതാക്കി ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ജീവിതത്തിൻ്റെതായിട്ടുള്ള പലതിൻ്റെയും താക്കോല് ഞാൻ വാങ്ങി വെച്ചിരിക്കുകയാണ്. എന്നെ കൊണ്ട് ഇനി പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുകയുള്ളൂ. എന്നോട് പെർമിഷൻ ചോദിക്കണം എന്നൊക്കെയുള്ള, എന്നോടല്ല തേർഡ് പാർട്ടിനോട്. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരു ബന്ധനം, അങ്ങനെയുള്ളൊരു പരിപാടിയിൽ പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അവിടെ ആ സിറ്റുവേഷനിൽ ഹാങ് ആയിട്ട് നിൽക്കുവാണ്. അതായത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, കരക്കും ഇല്ല വഞ്ചിക്കും ഇല്ല, അങ്ങനത്തെ ഒരു പരിപാടിയിൽ നിൽക്കുവാണ്. നമ്മൾ കരക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കര പിടിച്ചു എന്ന് വിചാരിക്കുക. അതുമല്ല, വഞ്ചിയിൽ ആണെന്നുണ്ടെങ്കിലും ആ വഞ്ചിയിൽ എത്തിയെന്ന് വിചാരിക്കുക. ഇത് കരക്കും പോവില്ല വഞ്ചിക്കും പോവില്ലാത്ത അവസ്ഥയിൽ അവിടെ ഇല്ല ഇവിടെ രണ്ട് കാര്യങ്ങളിൽ ഉൾപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടുക്കോട്ട് പോകുന്ന പോലത്തെ ഒരവസ്ഥ. അതാണ് ഇവിടുത്തെ പ്രസന്റ് സിറ്റുവേഷൻ കാണിക്കുന്നത്. കാരണം ഇവർക്ക് രാജാവാകാം, രാജ്ഞിയാകാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് പല കാര്യങ്ങളും നേടാം, പല രീതിയിലോട്ടും മുൻപന്തിയിലോട്ട് കൊണ്ടുപോയി. ഇപ്പൊ ജോലിയുടെ കാര്യത്തിലാണെങ്കിലും സാമ്പത്തികമാണെന്നുണ്ടെങ്കിലും, അതല്ല, ചില ആളുകൾ പുതിയ ഒരു എനർജി എങ്ങനെയുണ്ട്, ചില ആളുകൾക്ക് ഒരു ഇതുണ്ടാവുമല്ലോ. അതായത് ഇപ്പോ ഒരു 10,000 രൂപയുടെ ഡ്രസ്സായിരിക്കും കയ്യിലുള്ളത്. അത് അടുത്ത മാസം ചിലപ്പോൾ ഒരു പുതിയൊരു ഡ്രസ്സ് കാണുന്നു. അത് ചിലപ്പോൾ ഒരു 500 രൂപയുടെ അല്ലെങ്കിൽ 1000 രൂപയുടെ ഡ്രസ്സായിരിക്കും. പക്ഷെ പഴയത് 10,000 രൂപയുടെ ഡ്രസ്സാണെന്നുണ്ടെങ്കിലും ആ 500 രൂപയുടെ ആ ഒരു 1000 രൂപയുടെ ഡ്രസ്സ് ഒന്ന്, ആ ഒരു പുതുമ ഒന്ന് ഇട്ട് നോക്കാനുള്ള ഒരു ആങ്സൈറ്റി ഉണ്ടാവില്ല. അത് നിങ്ങളുടെ ചില വ്യക്തികൾക്കുണ്ട്, ഒരു പുതിയതിനോടുള്ള ഒരു ആങ്സൈറ്റി. അങ്ങനെ കുറച്ച് ശതമാനം ആളുകൾക്ക് അങ്ങനെയുണ്ട്. അങ്ങനെ പോയി പെട്ട ആളുകളും ഉണ്ട്. പിന്നെയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എങ്ങനെ പോയി പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പെടല് തന്നെയാണ്. അതിൽ നിന്ന് ഉരുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം ഇവര്
അതായത് നിങ്ങളുടെ വ്യക്തിക്ക് കുറച്ച് പരിപാടികളൊക്കെ അറിയാം. ഏകദേശം എല്ലാ പരിപാടികളും ഇപ്പൊ ഒരു ലോകപരിചയമാണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും പരിപാടികൾക്ക് അറിയാം എന്നാണ് ഒരു ഭാവം. പക്ഷെ ഇവരെ തോൽപ്പിക്കാൻ വേറെ ആർക്കും പറ്റില്ല, ഇവരെ പറ്റിക്കാൻ വേറെ ആർക്കും പറ്റില്ല, ഇവരുടെ അടുത്തുനിന്ന് വിജയിക്കാൻ ആർക്കും പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു ഭാവമാണ്. അത് ഭാവം മാത്രമേ ഉള്ളൂ. അത് അതിനേക്കാളും വലിയ ആളുകളുടെ കൂടെയാണ് നിങ്ങളുടെ വ്യക്തി പോയി പെട്ടതെന്ന് നിങ്ങളുടെ വ്യക്തിക്ക് അറിയില്ല. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഇപ്പോ തേർഡ് പാർട്ടി പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്നത് നിങ്ങളാണ് എൻ്റെ ഐശ്വര്യ ദേവത, അല്ലെങ്കിൽ ഐശ്വര്യ ദൈവം, ഐശ്വര്യ കുഞ്ചകം എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് അവര് പല കാര്യങ്ങളും നിങ്ങളുടെ ആൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും കൊടുക്കാമെന്ന് പറഞ്ഞ് ഇതാക്കിയിട്ട് ഇവരുടെ കയ്യിൽ നിന്ന്, നിങ്ങളുടെ വ്യക്തിയുടെ കയ്യിൽ നിന്ന് പല കാര്യങ്ങളും വാങ്ങിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അത് ചിലപ്പോൾ പ്രവൃത്തിയിൽ കൂടിയായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടിയായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് ഈ സിറ്റുവേഷൻ മുതലെടുത്ത് കാര്യങ്ങൾ കാണുക, അങ്ങനെയുള്ള ഒരു കാര്യം ഈ തേർഡ് പാർട്ടിയുടെ ഒരു കാര്യത്തിലുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ അടുത്തുനിന്ന് പോകുന്നു, അതായത് നിങ്ങളുടെ വ്യക്തി വിട്ടു പോകുന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒന്നല്ലെങ്കിൽ സെന്റിമെന്റ്സ് ആയിട്ട് വർക്കൗട്ട് ചെയ്യും, ഒന്നല്ലെങ്കിൽ സെന്റിമെന്റ്സ് ആയിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പഴമക്കഥകൾ പറയുക, അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഈ എന്താ പറയാ, ഈ സിനിമാ നടന്മാരും നടിമാരും തോറ്റു പോകുന്ന രീതിയിൽ എന്തെങ്കിലും അഭിനയ രംഗങ്ങൾ കാഴ്ചവെക്കുകയോ ചെയ്യുന്ന ഒരു തേർഡ് പാർട്ടിയാണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. അപ്പൊ അതിൽ ആ ഒരു കണ്ണീരിൽ അല്ലെങ്കിൽ ആ ഒരു സംസാരത്തിലോ പ്രവൃത്തിയിലോ നിങ്ങളുടെ പേഴ്സന്റെ മനസ്സലിഞ്ഞു പോകും. അതൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് കാണിക്കുന്നത്. ആ മനസ്സ് ആ ഒരു കാര്യത്തിൽ, അത് നല്ല കാര്യങ്ങളാണോ ചീത്ത കാര്യങ്ങളാണോ എന്ന് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നില്ല, അത് നിങ്ങളുടെ വ്യക്തിയുടെ കാര്യമാണ്. പക്ഷെ അത് അങ്ങനെ ഉള്ള അലിഞ്ഞു പോക്കും, അങ്ങനെയുള്ള ഓവർ കോൺഫിഡൻസിലുള്ള തീരുമാനങ്ങളും ഒരുപാട് കാര്യങ്ങളിൽ കൊണ്ടുപോയി നിങ്ങളുടെ വ്യക്തിനെ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തി എത്തിച്ചേർപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ വ്യക്തി ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അതാണ് ഇതിന്റെ ബുദ്ധിമുട്ട്. ഓക്കെ, കാരണം ഇപ്പോഴും ഒരു എന്താ പറയാ, ദീർഘവീക്ഷണ ഇല്ലാതെ അതായത് ഈ നമ്മള് ഇപ്പൊ ഒരു മെഴുകുതിരി കൊണ്ടുപോവുകയാണ്. ആ മെഴുകുതിരിക്ക് നമ്മളുടെ ഇത്തിരിയുള്ള ഒരു വെട്ടോ തരാൻ പറ്റുള്ളൂ, ഒരുപാട് ലൈറ്റിന്റെ വെട്ടം അങ്ങോട്ട് തരാൻ പറ്റില്ല. ആ ഒരു ചെറിയ കുഞ്ഞ് വെളിച്ചത്തിൽ മാത്രമാണ് പോകുന്നത്. പക്ഷെ ഒരു ദീർഘവീക്ഷണമായിട്ടുള്ള, അതൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ് കേട്ടോ, അല്ലാതെ മെഴുകുതിരിനെ കുറ്റം പറഞ്ഞതല്ല. കാരണം നമ്മളൊരു ദീർഘവീക്ഷണമായിട്ട് ഉള്ള പരിപാടികൾ ചെയ്യുന്നില്ല. അടുത്തത് എന്തായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ, ഞാനൊരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അതെന്റെ കുടുംബത്തിനെ, കുട്ടികളെ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിനെ ബാധിക്കുമോ, എൻ്റെ ഫ്യൂച്ചറിനെ ബാധിക്കുമോ, ഒന്നൊന്നും നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത്. കാരണം ഇതുകൊണ്ട് നല്ല രീതിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. തേർഡ് പാർട്ടിയുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് തമ്മിൽ തല്ലിക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ, അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ പറ്റി ആവശ്യമില്ലാത്ത പരിപാടികൾ, ഇപ്പൊ നിങ്ങളെ കുറിച്ചാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ വേറെ ആളുകളെ കുറിച്ചാണെന്നുണ്ടെങ്കിലും, ഇപ്പൊ നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന എല്ലാവരും തേർഡ് പാർട്ടിയുടെ മുന്നിൽ ചീത്ത ആളുകളായിരിക്കും, നെഗറ്റീവായിട്ടുള്ള ആളുകളായിരിക്കും. തേർഡ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന ജിന്നാക്കടീസ് എല്ലാം വളരെ പരിശുദ്ധമായിട്ടുള്ള ആളുകളാക്കി, എന്താ പറയാ, 916 ഹോൾമാർക്ക്ഡ് ഗോൾഡ് വരെ തോറ്റുപോകുന്ന രീതിയിലുള്ള പരിശുദ്ധപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും വീഴ്ത്താനും, അതുപോലെ അത്രയും വീഴ്ത്താൻ സ്വന്തം നമ്മളുണ്ടാക്കുന്ന വെളിച്ചെണ്ണക്ക് പോലും കഴിവില്ല. അങ്ങനെയുള്ള ഒരു കഴിവുള്ള ഒരാളാണ് തേർഡ് പാർട്ടി. ഓക്കെ, പക്ഷെ എന്ത് കഴിവുള്ളതാണെന്നുണ്ടെങ്കിലും വിശ്വസിക്കണോ വേണ്ടയോ, അതല്ല വീഴണോ വേണ്ടയോ എന്ന് ആരാ തീരുമാനിക്കേണ്ടത്? അതാ ചെല്ലുന്ന ആളാണ്. അതാണ് ഇപ്പൊ നമ്മളൊരു മിനിങ്ങ് വന്നിട്ട് പറയുകയാണ്, എടി അഞ്ചു, ഞാനാണ് വലിയ ഗോൾഡ്, അല്ലെങ്കിൽ ഞാനാണ് ഇത്രയും സ്വർണത്തിന്റെ ഇതുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും? ഉണ്ടോ? വിശ്വസിക്കും. അതുപോലെ തന്നെയാണ്. കാരണം മിന്നുന്നതെല്ലാം പൊന്നല്ലല്ല.
ഓക്കെ. യൂണിവേഴ്സ് പല അവസരങ്ങൾ പല രീതിയിൽ നിങ്ങളുടെ വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ട്. പല രീതിയിൽ പല വിധത്തിൽ പല വ്യക്തികളിൽ കൂടി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും കാണാൻ തയ്യാറായിട്ടില്ല. കാരണം നിങ്ങളുടെ ഈ വ്യക്തി, അതായത് ഈ വ്യക്തിയല്ല, നിങ്ങളുടെ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് എന്താ പറയാ, നമ്മൾ ഈ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കുമ്പോൾ നാരങ്ങ ഇങ്ങനെ പിഴിയൂല ഒരു സാധനം, എന്താ അതിന്റെ പേര് ഞാൻ മറന്നു. ആ സാധനം ഇങ്ങനെ പിഴിഞ്ഞെടുക്കൂല, അതുപോലെ പിഴിയാനുള്ള രീതിയിൽ നിൽക്കുവാണ്. അങ്ങനെയുള്ള ഒരു കാര്യം കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ അത് മെന്റലി ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി ആയിരിക്കാം, അതും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവര് പുറകെ നിന്ന് ഈ വ്യക്തിനെ കൊണ്ട് പല കാര്യങ്ങളും അവർക്ക് ഒരു ചില ആളുകളുടെ അടുത്ത് ശത്രുത, അല്ലെങ്കിൽ ചില ആളുകളുടെ അടുത്തൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കിട്ടരുത് എന്നുള്ള രീതിയിലുള്ള കുശുമ്പൊക്കെ കൊണ്ട് ഉള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്നു ഉണ്ടാവാം. കാരണം ഇതിൻ്റെ അകത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ ശക്തമായിട്ടുള്ള ബ്ലാക്ക് മാജിക് എനർജി ഒരു 70% ആളുകൾക്കും കാണിക്കുന്നുണ്ട്. ഓക്കെ. കാരണം ഇവിടെ അങ്ങനത്തെ ഉള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഇവര് തേർഡ് പാർട്ടി എല്ലാ കാര്യങ്ങളും എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാം എന്ന് പറയും. എല്ലാം നടത്തിത്തരാന്ന് പറയും. ശരിയാണ്, നടത്തിത്തരും. ഇങ്ങനെ നടത്തിത്തരും, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതുകൊണ്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സണ് അല്ലെങ്കിൽ മാനസികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടാകും. കാരണം എന്തിനെക്കുറിച്ച് ഇവരുടെ അടുത്ത് അപ്ഡേറ്റ് കൊടുക്കണം. ഇപ്പൊ കുളിക്കാൻ പോവുകയാണോ, കുളിക്കാൻ പോവുകയാണ്, അതിന് വരെ പെർമിഷൻ, അല്ലെങ്കിൽ ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾക്ക് വരെ അപ്ഡേറ്റ് കൊടുത്തോണ്ടിരിക്കണം. എന്ത് ചെയ്യുവാണ്? കാരണം ഇവർക്ക് തേർഡ് പാർട്ടിക്ക് ടെൻഷനാണ്. മറ്റുള്ളവരുടെ അടുത്ത് എൻ്റെ കയ്യിൽ നിന്നുള്ള പിടി വിട്ടു പോകുമോ, ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് തോറ്റു പോകുമോ, എനിക്ക് തന്നെ ഈ പരിപാടികളൊക്കെ വിജയിക്കണം, അത് ഈ ആളെ കൊണ്ട് മാത്രമേ വിജയിക്കാൻ പറ്റൂ, ഈ ആളെ കൊണ്ട് മാത്രമേ പല പരിപാടികളും ചെയ്യിക്കാൻ പറ്റൂ എന്നുള്ള ഒരു കാര്യമാണ് ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ വ്യക്തി പിടിവിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് ഇഷ്ടമുള്ള വ്യക്തിയുടെ അടുത്ത് ചെന്ന് ചേരുമോ, അവർക്ക് തമ്മിലൊരു ഫ്യൂച്ചർ ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് നല്ല രീതിക്ക് ഉണ്ട്. അപ്പോൾ അതായത് തേർഡ് പാർട്ടിക്ക് ഒരു ടെൻഷൻ, തേർഡ് പാർട്ടിക്കുള്ള ഒരു ടെൻഷൻ. അപ്പൊ ഇത്രയും നാളും ഞാനും ഈ വ്യക്തി നിങ്ങളുടെ, അതായത് ഞാനല്ല കേട്ടാ, ഈ തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ വ്യക്തി ഒന്നല്ലെങ്കിൽ നിങ്ങളോട് പറയോ, അല്ലെങ്കിൽ പുറമേയുള്ള അടുത്ത് പറയോ, അങ്ങനെയൊക്കെ ആക്കി ഈ തേർഡ് പാർട്ടീനെ കരിവാരി തേക്കുമോ എന്നുള്ള ടെൻഷനും ഉണ്ട്. പക്ഷെ അതൊന്നും കാണിക്കത്തില്ല. അങ്ങനെയുള്ള ടെൻഷനും കാര്യങ്ങളിലൊക്കെ കിടക്കുന്നുണ്ട്. ഓക്കെ. പക്ഷെ പല തിരിച്ചറിവുകൾ ദൈവം പല രീതിയിൽ കൊടുക്കുന്നുണ്ട്. യൂണിവേഴ്സ് പല രീതിയിൽ പല കാര്യങ്ങളിൽ കൂടി കൊടുക്കുന്നുണ്ട്. അത് കാണണോ വേണ്ടയോ എന്ന് നിങ്ങളുടെ വ്യക്തിയാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ. അപ്പൊ നമുക്ക് ഒരു ഏഞ്ചൽ ഗൈഡൻസ് മെസ്സേജ് നോക്കാം. നിങ്ങൾ വേറൊരു പരിപാടിയും ചിന്തിക്കണ്ട, നിങ്ങൾക്ക് ചെയ്യാനുള്ള പണി ചെയ്യുക. ബാക്കി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂണിവേഴ്സ് നോക്കിക്കോളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. പണിക്ക് പോകാൻ ഉള്ളവർ പണിക്ക് പോവുക, അതാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ പണി ചെയ്യും. നിങ്ങളിപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ബിസിനസ്സോ ജോലിയോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും നിങ്ങളിപ്പോൾ എന്താണോ ചെയ്യുന്നത് അത് തുടർന്നുകൊണ്ട് പോവുക. ബാക്കി യൂണിവേഴ്സ് നോക്കിക്കോളൂ എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ എല്ലാവർക്കും റീഡിങ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോയല്ല. ഓക്കെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.